അമീബിക് മസ്തിഷ്ക ജ്വരം ഏറെ ആശങ്കയാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്. ഇന്നലെ കോഴിക്കോട് സ്വദേശി മരിച്ചതോടെ തന്നെ സംസ്ഥാനത്ത് ഈ വർഷത്തെ മരണം 3ആയിരിക്കുകയാണ്. മലബാറിലാണ് കൂടുതലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും കുട്ടികളിലാണ്. അതെ, ഇത് വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ ചുരുക്കമായിട്ട്, ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം 5 അല്ലെങ്കിൽ മാക്സിമം 10 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു നെഗ്ലേറിയ ഫൗലേറിയസ് എന്ന് പറയുന്ന ഒരു അമീബ കാരണമാണ് ഈ മസ്തിഷ്ക ജ്വരം സംഭവിക്കുന്നത്. അത് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ്. എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ബ്രെയിൻ മാറ്റർ. അപ്പൊ രണ്ടിലും സംഭവിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ ഒരു അസുഖമാണ്. നമ്മുടെ വളരെ ചുരുക്കമായിട്ട് വളരെ റെയറായിട്ട് മാത്രമേ ഈ അസുഖം കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അത് നിയർലി ഓൾവേസ് ഫേറ്റൽ, അത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു അസുഖം കൂടിയാണ്. നമ്മുടെ ഈ അമീബ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചെറിയ ചൂടുള്ള ഒരു കാലാവസ്ഥയിലും നമ്മൾ ഫ്രഷ് വാട്ടർ ലേക്സ് എന്ന് പറയത്തില്ല, ഇപ്പൊ കുളം, ആറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ചൂടുള്ള ഈ ഹോട്ട് സ്പ്രിങ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ നെഗ്ലേറിയ ഫൗലേറിയ കാണുന്നത്. ചുരുക്കമായിട്ട് പൂർലി മെയിൻറ്റെയിൻഡ്, അതായത് നമ്മുടെ അധികം ക്ലോറിൻ വളരെ പെട്ടെന്ന് നശിപ്പിക്കുന്ന ഒരു അമീബ കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഇത് കിട്ടണമെങ്കിൽ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത, സ്വിമ്മിംഗ് സാനിറ്റേഷൻ കാര്യമായിട്ട് നോക്കാത്ത, ക്ലോറിനേറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ മാത്രം. പക്ഷെ ഈ കുളങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് കുട്ടികളിൽ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇത് വളരെ ചുരുക്കമായിട്ട് ഈ കുളിക്കുന്നത് വഴി അല്ലാതെ കയറുന്നത്, ഇത് നമ്മുടെ വെള്ളം മുഖം കഴുകുന്നത് കൊണ്ടോ ഇപ്പൊ വാ കഴുകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിക്കുന്നത് കൊണ്ടോ, ആ വെള്ളത്തിൽ അമീബ ഉണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കുന്നത്, വെള്ളം വഴി പകരുന്ന ഒരുപാട് അസുഖമുണ്ട്. അങ്ങനെ പകരുന്ന അല്ലെങ്കിൽ അങ്ങനെ തലച്ചോറിൽ എത്തുന്ന ഒരു അമീബയല്ല ഇത്. അതിന്റെ കാരണം ഇത് നമ്മുടെ തലച്ചോറിൽ എത്തിപ്പെടുന്ന ഒരു വഴി നമ്മുടെ മൂക്ക് വഴിയാണ്. മൂക്കില് നമ്മുടെ നമ്മളെ മണം തിരിച്ചറിയുന്ന ഓൾഫാക്ടറി നെർവ് ഉണ്ടല്ലോ, അത് അതിന്റെ മൂക്കിൽ നിന്ന് തുടങ്ങി നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ആ ഓൾഫാക്ടറി നെർവ് വഴിയാണ് ഇത് തലച്ചോറിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ മൂക്കില് വെള്ളം കയറി അല്ലെങ്കിൽ ആ മൂക്കിലെ നേസൽ വളരെ ചുരുക്കമായിട്ട് ഈ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചില ആളുകൾ ഈ സൈനസ് റിൻസിങ് എന്ന് പറയും. മൂക്ക് വഴി നമ്മൾ വെള്ളം അകത്തോട്ടെടുത്ത് സൈനസ് റിൻസ് ചെയ്യുന്ന, അങ്ങനെ മൂക്ക് വഴി വെള്ളം അകത്തോട്ട് എടുത്ത സാഹചര്യങ്ങൾ മാത്രമേ ഈ കുളിക്കുന്നതല്ലാതെ ഇത് വന്നിട്ടുള്ളൂ. അത് വളരെ ചുരുക്കവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മൂക്കുവഴി നമ്മുടെ മൂക്കല്ലെങ്കിൽ സൈനസ് വഴി ഈ ഓൾഫാക്ടറി നെർവ് വഴി തലച്ചോറിൽ എത്തുന്നു എന്നുള്ള ഒരു കാര്യം അറിയുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ പരിതസ്ഥിതിയിൽ ഇതിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കേസുകൾ കാണുന്നത്. സ്വിമ്മിംഗ് പൂൾ അല്ലാതെ, ഇപ്പൊ സ്വിമ്മിംഗ് പൂളുകളിലാണെങ്കിൽ നമ്മൾ അത് ക്ലോറിനേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പം കുടിവെള്ളവും ഒക്കെ ശുദ്ധീകരിക്കാനും നമ്മൾ എങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ വാസ്തവത്തിൽ നമുക്ക് ഉള്ള ഒരുപാട് ബാക്ടീരിയ, വൈറസ്, അതിൽ ഹെപ്പറ്റൈറ്റിസ് മാത്രമേ ഉള്ളൂ ഒരു സാധാരണ നിലയിലുള്ള ക്ലോറിനേഷനെ അതിജീവിക്കുന്ന ഒരു വൈറസ്. ഇപ്പൊ കോളറ, ടൈഫോയിഡ് തുടങ്ങിയ മിക്കവാറും എല്ലാ ബാക്ടീരിയ രോഗങ്ങളും ക്ലോറിൻ കൊണ്ട് നിർവീര്യമാക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂളുകളിലെയും ഉള്ള ഒരു സാനിറ്റേഷൻ. അത് ക്ലോറിൻ തന്നെ പര്യാപ്തമാകും. പക്ഷെ അതുപോലെയല്ല നമ്മൾ ഈ പുറമേയുള്ള കുളങ്ങൾ, പ്രത്യേകിച്ചും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും ഒക്കെ അതിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കുളിക്കുമ്പോൾ ഈ മൂക്കിൽ വെള്ളം കയറുന്നത് കൊണ്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രതിരോധത്തിൽ വളരെ പ്രധാനം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ജലാശയങ്ങളില്
ഉള്ള ഒരു വെള്ളം അത് കുട്ടികളിൽ എന്നുള്ളത് പ്രത്യേകിച്ചും ആൻസർ എടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ, അത് തന്നെയാണ് ഏറെ സംശയമുള്ള ഒരു കാര്യം. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ രോഗം സ്ഥിരീകരിച്ചവരിലേറെയും കുട്ടികളാണ്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലാണ് ഇത് പെട്ടെന്നായി ബാധിക്കുന്നതും. ഈ കുളത്തിൽ കുളിച്ച മറ്റുള്ള മുതിർന്ന ആൾക്കാരും. അതെ, അത് തന്നെയാണ് ഞാനും പറയാൻ ശ്രമിക്കുന്നത്. എപ്പിഡമിയോളജിക്കലി നമ്മളത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അറിയാൻ ശ്രമിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇതിന്റെ ജീവിത ചക്രവും അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് എങ്ങനെ പ്രവേശിക്കുന്നു. അപ്പൊ ഒരു രോഗത്തിന്റെ പ്രതിരോധത്തിൽ നമ്മൾ ഏറ്റവും എപ്പിഡമിയോളജി ഭാഗത്തു നിന്ന് അതിനെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാണ് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ പ്രവേശിക്കുന്ന മാർഗം നമ്മുടെ മൂക്കുകളിൽ അല്ലെങ്കിൽ നേസൽ സൈനസ്, മൂക്കുകൾക്ക് ചുറ്റുമുള്ള അറക്കളയാണല്ലോ നമ്മൾ സൈനസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ മൂക്കിൽ വഴി ഈ അമീബയുള്ള വെള്ളം കലരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നീന്തുമ്പോൾ മൂക്കിനകത്തുകൂടി അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ മൂക്കിനകത്തുകൂടി വെള്ളം കയറുന്ന, പ്രത്യേകിച്ചും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു അമീബയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നത്, ശുദ്ധജലമല്ലാത്ത അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ ഇതിന് മറ്റൊരു ചോദ്യം, ഈ വാം ക്ലൈമറ്റ് നമ്മള് മറ്റു രാജ്യങ്ങളിൽ ഈ കേസുകൾ വളരെ റെയർ ആണ് എന്നും അത് അങ്ങേയറ്റം മാരകമാണ് എന്നുള്ളതുമാണ്. അപ്പൊ അതില് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങളും നിലവിലുള്ള രാജ്യങ്ങളിൽ പോലും ഇതിന്റെ മരണനിരക്ക് അങ്ങേയറ്റം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അതീവ മാരകമായ, അതീവ ഗുരുതരമായ ഒരു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അമീബിക് അസുഖമാണ് നമ്മൾ ഈ പറയുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ്. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. അപ്പൊ നമ്മുടെ മൂക്ക് വഴി നമുക്ക് സംശയാസ്പദമായ ജലം നമ്മുടെ തലച്ചോറിൽ എത്തുന്ന, മൂക്കിൽ അകത്തുള്ള ആ ഒരു ഞരമ്പ് അല്ലെങ്കിൽ നെർവ് വഴിയാണ് അത് തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇതിന്റെ പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. അത് സ്വിമ്മിംഗ് പൂള് നമ്മൾ നീന്താൻ എടുക്കുന്ന, നമ്മൾ കുളിക്കുക, വെള്ളം എടുക്കുക, അപ്പൊ നമ്മുടെ കൈവഴിയോ കാലുവഴിയോ അല്ലെങ്കിൽ ഈ അമീബയുടെ സാന്നിധ്യം കുടിവെള്ളത്തിൽ ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഇതില് കേരളത്തിൽ ആ ഒരു പ്രാക്ടീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വളരെ വിരളമായിട്ട് ഇപ്പൊ വെള്ളത്തിലുണ്ടെങ്കിൽ ഈ നേസൽ സൈനസ് റിൻസ്, മൂക്കിലോട്ട് വെള്ളം കയറ്റുന്ന ഒരു റിൻസിങ് ആ ഒരു ശീലമാർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള വെള്ളം വെട്ടിത്തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് എങ്കിലും വെട്ടിത്തിളച്ചാല് ഈ അമീബ നശിച്ചു പോകും. അപ്പൊ റോളിംഗ് ബോയിലിംഗ് ഫോർ 1 മിനിറ്റ്, അതായത് നമ്മള് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയാൽ പോരാ, വെട്ടിത്തിളച്ച്. അപ്പൊ അത് നമ്മൾ കേരളം ഒരു താഴ്ന്ന കടലിനോട് അടുത്ത പ്രദേശത്തായതുകൊണ്ട് അത് മതി. 1 മിനിറ്റ് വെട്ടിത്തിളയ്ക്കുക എന്ന് പറഞ്ഞാല് വളരെ ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അതിൽ കൂടുതൽ 2-3 മിനിറ്റ് ഒക്കെ വെട്ടിത്തിളയ്ക്കേണ്ടി വരും. അപ്പം ആ ഒരു ശീലം, മൂക്കിനകത്തേക്ക് വെള്ളം എടുത്ത് റിൻസ് ചെയ്യുന്ന ഒരു ശീലം കേരളത്തിൽ അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അമീബയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, തിളച്ച വെള്ളം. പക്ഷെ നമ്മള് സാധാരണഗതിയിൽ നമ്മള് ഈ മൂക്കിനകത്ത് വെള്ളം കയറുന്ന സാഹചര്യങ്ങള് കുറവാണ്. അപ്പൊ ഈ ഒരു അമീബ നമ്മുടെ സാധാരണ വെള്ളത്തിലെ ഇപ്പൊ ക്ലോറിനേറ്റഡ് വാട്ടറിലും വെള്ളത്തിലും ഒന്നും അത് സർവൈവ് ചെയ്യുന്നതല്ല. അപ്പോ സ്വിമ്മിംഗ് പൂളുകളിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള കേസുകൾ ഒക്കെ തന്നെ ഒട്ടും ശുചിത്വം നോക്കാത്ത, ക്ലോറിനേറ്റ് ചെയ്യാത്ത, അപ്പൊ ക്ലോറിന്റെ അംശത്തിൽ ഇത് നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പ്രതിരോധവും സാധ്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ കുളിക്കുന്ന വെള്ളം നമ്മള് പ്രത്യേകിച്ചും ഈ കുളങ്ങൾ ഉപയോഗിക്കാത്ത, അതല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത, നമുക്കറിയാലോ ഇത്തരം അമീബകളുടെ ഒരു സാന്നിധ്യം നമ്മുടെ പരിതസ്ഥിതിയിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ആയിരിക്കും ഇതിന്റെ പ്രാഥമികമായ പ്രതിരോധം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.